ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സാരി കൊണ്ട് 4 വ്യത്യസ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു സെറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. മാത്രമല്ല ബോർഡർ ടു ബോർഡർ പല്ലു സെറ്റ് ചെയ്യാനുള്ള ഒരു എളുപ്പ വഴി കൂടി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണാം. ഗ്രീൻ സാരിയിൽ ഹെവി സീക്വൻസ് ലേസ് ബോർഡറുള്ള ഒരു സിൽക്ക് സാരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബോർഡർ സാരി ആണെങ്കിലും എടുക്കാം കേട്ടോ. ഇനി സാരിയുടെ എൻഡ് ഭാഗം സാരി പവടയുടെ റൈറ്റ് ഭാഗത്തായിട്ട് ടക്ക് ചെയ്തിട്ടുണ്ട്. ടക്ക് ചെയ്തിട്ട് ഒന്ന് കറങ്ങി ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്ത് നിർത്തുകയാണ്. അപ്പോൾ ടക്ക് ചെയ്യുമ്പോൾ ഒതുക്കി ടക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. താഴോട്ടുള്ള ലെങ്ത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മുന്താണി പ്ലീറ്റ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുന്താണി പ്ലീറ്റ്സ് ഒന്ന് ചുറ്റിയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. ഇനി നമുക്ക് ആദ്യം ബോർഡർ ടു ബോർഡർ നോക്കാം. അതിന് ബോർഡറിൻ്റെ സൈസ് തന്നെയുള്ള ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് എടുക്കുന്നത്. ലാസ്റ്റത്തെ പ്ലീറ്റ് മാത്രം കുറച്ച് വലുതാണ് മറ്റ് പ്ലീറ്റ്സിനെ അപേക്ഷിച്ചിട്ട്. ഇനി ആ ലാസ്റ്റത്തെ പ്ലീറ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ പ്ലീറ്റിൻ്റെ സൈഡ് ബൈ സൈഡ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്ലീറ്റായിട്ട് തോന്നുകയും ചെയ്യും, രണ്ട് ബോർഡർ ഭംഗിയായിട്ട് വിസിബിളായിട്ട് കാണുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത് പ്ലീറ്റ്സ് എടുത്തിട്ടായതുകൊണ്ട് നമുക്ക് പിൻസ് കുത്താൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ രണ്ട് ബോർഡർ കൂടി കൂട്ടിയിട്ട് ഇതുപോലെ ഒതുക്കി പിൻ ചെയ്യാം. ഇനി നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ബോർഡർ സൈഡ് ബൈ സൈഡിൽ വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം എടുക്കുന്ന ഭാഗം കുറച്ച് കുറച്ചായിട്ട് പിൻസ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എളുപ്പമാണ് നമുക്കിത് ചെയ്യാനായിട്ട്. ഇനി ലെഫ്റ്റ് ഷോൾഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ മുന്താണി പ്ലീറ്റ്സൊക്കെ 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്യുക. അതിനുശേഷം ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് പിൻ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് പ്ലീറ്റ് ഫ്രണ്ടിലോട്ട് വലിച്ചിട്ട് ഇനി ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കാൻ പോവാണ്. ഞാൻ പിൻസൊന്നും കുത്തുന്നില്ല, സിൽക്ക് സാരിയാണ്. അപ്പോൾ ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ വലിച്ചിട്ട് ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ആ പിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലെഫ്റ്റിൽ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ ആ പിരിച്ചു കൊടുത്ത ഭാഗം റൈറ്റ് ഭാഗത്ത് സാരി പവടിലോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പിൻസ് കുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുത്താം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. ഇങ്ങനെ നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, അഴിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമ്മൾ എടുക്കുന്ന ഫ്രണ്ട് പ്ലീറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറിയ പ്ലീറ്റ്സ് തന്നെയാണ് ഫ്രണ്ടിലോട്ട് എടുത്തേക്കുന്നത്. കാരണം ഈ സാരിക്ക് ഭയങ്കര ലെങ്ത് എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ സെപ്പറേറ്റ് ബ്ലാക്ക് കളറുള്ള ബ്ലൗസ് തുണിയാണ് ഈ സാരിക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഭയങ്കര ലെങ്ത് ഒന്നുമില്ല. അപ്പോൾ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ആദ്യത്തെ പ്ലീറ്റ് കിട്ടിയില്ല, അത് വിട്ടിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സ് ഒതുക്കിയിട്ട് നാവലിന് സ്ട്രെയിറ്റ് വരുന്ന രീതിയിൽ സാരി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് ഭാഗത്തുള്ള ഈ ഭാഗം ബാക്കിലോട്ട് വലിച്ച് ഒതുക്കി പാവാടയിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മൾ ഈ ബോർഡർ ടു ബോർഡർ പല്ലു സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് പ്ലീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പെർഫെക്റ്റായിട്ട് പ്ലീറ്റ്സ് നമുക്ക് ഫ്രണ്ടിൽ വിസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ബോർഡർ ടു ബോർഡർ പല്ലു എങ്ങനെ എടുക്കുന്നതെന്ന് ഇതുവരെ സെറ്റാകാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട എന്തായാലും എടുത്ത് നോക്കാം. നല്ല പെർഫെക്ഷൻ കിട്ടും. സാരി എടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ സാരിയുടെ ബോർഡറൊക്കെ വിസിബിൾ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒരു പല്ലു സെറ്റിങ്. രണ്ടാമത്തേത് നമ്മൾ എടുക്കുന്നത് സിംഗിൾ പല്ലു സെറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നോക്കിക്കോളൂ. ഇനി മൂന്നാമത്തേത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ബോർഡറിൻ്റെ അടുത്ത് തന്നെ നമ്മൾ താഴോട്ട് വരുന്ന ബോർഡർ, ആ ബോർഡറും കൂടി മുകളിലോട്ട് ഇടതുവശത്ത് കുത്തി കൊടുക്കുന്ന രീതിയിൽ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് മൂന്നാമത്തേത്. ഇനി നാലാമത്തേത് നമ്മൾ സാരി സാധാരണ ഉടുക്കുന്ന പോലെ പ്ലീറ്റ്സ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 വ്യത്യസ്ത രീതിയിലാണ് നിങ്ങളിന്ന് കണ്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ചെക്ക് ചെയ്യുക, അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത സാരി ഡ്രപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.